നമസ്കാരം, റജി നായർ. ടൈം റേഡിയോ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം. ദൃശ്യമാധ്യമങ്ങൾ സമൂഹത്തെ അല്ലെങ്കിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പോസിറ്റീവ് ടോക്ക്. ഷോ ക്രെഡിറ്റ് ഗോസ് ടു ജപ്പാൻ സ്ക്വയർ, ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ്, തിരൂർ, മഞ്ചേരി ആൻഡ് എറണാകുളം, നാഷണൽ സൈക്കിൾസ്, പാൻബസാർ, തിരൂർ. ദൃശ്യമാധ്യമങ്ങൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നിയമസഭയിലടക്കം സമീപകാലത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ വയലൻസിൻ്റെ അതിപ്രസരം ചൂണ്ടിക്കാണിക്കപ്പെട്ട് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒച്ചപ്പാടുണ്ടായി. ഇതിന് നിയന്ത്രണം വേണമെന്നുള്ളത് തന്നെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സമീപകാലത്തിറങ്ങിയ ആവേശം, മാർക്കോ പോലുള്ള സിനിമകളെല്ലാം തന്നെ ഇത്തരം വയലൻസുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പ്രസക്തമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവസാന കാലത്തിറങ്ങിയ മാർക്കോ എന്നുള്ള ചിത്രം വയലൻസിൻ്റെ അതിപ്രസരമുണ്ട്. അതുതന്നെയാണ് യുവാക്കളെ ആകർഷിച്ചത്. ഇത് അവരുടെ മനസ്സുകളെ മലീമസമാക്കിക്കൊണ്ട് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അതിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പരിധിവരെ അത്തരം രീതിയിൽ ഇത്തരം മനസ്സുകളെ സിനിമ ആവേശിക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, പണ്ടൊക്കെ സുരേഷ് ഗോപി പോലീസ് വേഷത്തിലൊക്കെ വരുന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ആവേശത്തോടെയാണ് ആ സിനിമ വിട്ടിറങ്ങുന്ന ആ കുറച്ച് സെക്കൻഡുകൾ ഏതൊരു മനുഷ്യനെയും അത്തരം രീതിയിലുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മനസ്സോടെയാണ് പലരും പുറത്തു ഇറങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത്തരം ക്രൂരത നിറഞ്ഞ സിനിമകൾ വരുമ്പോൾ അത്തരം മനസ്സുകളിലേക്ക് വഴിതെറ്റിക്കാവുന്ന സാധ്യതകളുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മാർക്കോയ്ക്ക് ഇപ്പോൾ പ്രദർശനാനുമതി സെൻസർ ബോർഡിൻ്റെ ഉന്നതാധികാര സമിതി ചാനലുകളിൽ കാണിക്കരുത് എന്നുള്ളത് ടെലിവിഷൻ ചാനലുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിലും ഇത് പ്രദർശിപ്പിക്കരുത് എന്നുള്ളത് സെൻസർ ബോർഡ് പറഞ്ഞു. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഇതേ സെൻസർ ബോർഡ് തന്നെയാണ് ഇതിന് പ്രദർശന അനുമതി നൽകി ഈ കേരളക്കരയാകെ തിയേറ്ററുകളിൽ ഇത് പ്രദർശിപ്പിച്ചത്, ഇന്ത്യ ആകമാനം ഇത് പ്രദർശിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഈ ഒരു തരുണത്തിൽ ഒന്നാം പിണറായി സർക്കാർ ഉയർത്തിയ ഒരു ശക്തമായ വിമർശനമുണ്ടായിരുന്നു. പലതവണ ഞാനത് പല സംഘടനകളിലും പല പൊതുവേദികളിലും അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്നാൽ ഈ അവസരത്തിൽ ഇതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത് പ്രസക്തമാണെന്ന് തോന്നുന്നു. TV സീരിയലുകൾ എന്തുകൊണ്ട് സെൻസർ ഏർപ്പെടുത്തുന്നില്ല? 5000-6000 എപ്പിസോഡുകൾ വരുന്ന സീരിയലുകൾ യാതൊരുവിധ സെൻസർഷിപ്പുമില്ലാതെ കുടുംബകങ്ങളിലേക്ക് അവർ കാണാൻ ഇഷ്ടപ്പെടാതെ തന്നെ വന്നു വീഴുകയാണ്. കൊച്ചുകുട്ടികളടക്കം കുടുംബങ്ങൾ, ഭാര്യ, ഭർത്താവ്, കൊച്ചുകുട്ടികൾ, മുത്തശ്ശി അടക്കം ഒരുമിച്ചിരുന്ന് കാണുന്ന ഈ സീരിയലുകളിൽ കുടുംബകലഹത്തിൻ്റെ അതിപ്രസരം, ചില വയലൻസ് ദൃശ്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ചാനൽ മേധാവികൾ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ സെൽഫ് മോണിറ്ററിങ് ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധനയോടാണ് ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പൊതു സർക്കാർ നിയന്ത്രണവുമില്ല, സെൻസർ നിയന്ത്രണമില്ല. TV ചാനലിൽ ഒരു പരസ്യചിത്രം 1 മിനിറ്റിൻ്റെ കാണിക്കണമെങ്കിൽ പോലും നമ്മൾ അത് സെൻസർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ. അന്നന്ന് ഷൂട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞ് കൊണ്ടുവരുന്ന ഈ ദൃശ്യങ്ങൾ അതവർക്ക് പരിശോധിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രക്ഷേപണം എന്നുള്ളതാണ് വസ്തുത. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സമകാലീന വിഷയം, അന്നത്തെ വാർത്ത പോലും സീരിയലിൽ കഥാപാത്രങ്ങളുടെ നാക്കാൽ വാക്കാൽ അത് പറയിപ്പിക്കേണ്ടതിൻ്റെ ഒരു ദൗത്യമുള്ളതുകൊണ്ട് അന്നന്ന് ചിത്രീകരിക്കുന്നത് വൈകുന്നേരം സംപ്രേഷണ സമയത്തിൻ്റെ ആ ടൈമിലാണ് ഇതിൻ്റെ ആ ഡിസ്കുമായിട്ട് ഇവരുടെ പ്രൊഡക്ഷനിൽ നിന്നുള്ള ആരെങ്കിലും ഇതുമായി എത്തുന്നത്. ഈ വഴി ഇടവേളയിൽ തന്നെ വേണമെങ്കിൽ, ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും ഒരു ഭീകരവാദ സന്ദേശം ഇതിൽ കുത്തിച്ചേർത്ത് ചെലുത്തി പ്രക്ഷേപണത്തിന് നൽകിയാൽ പോലും അത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ഒരു അപകടാവസ്ഥയുണ്ട് ഇവിടെ. അത് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ചാനൽ മേധാവികൾക്ക് പോലും അതിൻ്റെ പ്രോഗ്രാം മേധാവിക്ക് പോലും ഇത് കാണാനുള്ള സമയം ലഭിക്കുന്നില്ല. പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്. എയറിലായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിന് കേസോ മറ്റോ വന്നാൽ അതപ്പോൾ നേരിടാം എന്നുള്ള നിലപാടിലാണ് അവർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമെങ്കിലും ഇവർ ശ്രദ്ധിച്ച് മാത്രമേ ഇതിൻ്റെ സംപ്രേഷണ അനുമതി നൽകാവൂ എന്നുണ്ട്. എന്തുകൊണ്ട് സെൻസർ ബോർഡിന് ഇതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റില്ല? അപ്പോൾ കുറച്ച് കാലം മുന്നേ ഞാനിത് സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥയായ ഒരു വനിതയായിരുന്നു. അവരോട് ഞാൻ തിരക്കി, എന്തുകൊണ്ട്
നിങ്ങൾ സീരിയലുകൾ സെൻസർ ചെയ്യാൻ നിർബന്ധം പിടിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഈ 5000-6000 എപ്പിസോഡ് എങ്ങനെ നമുക്ക് കണ്ട് സെൻസറിങ് കൊടുക്കാൻ പറ്റും, പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയാൽ തന്നെ ഈ 5000-6000 എപ്പിസോഡ് എന്നുള്ള ഈ പരന്ന എന്നെങ്കിലും തീരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ തുടരുന്ന ഈ പരമ്പരകൾക്ക് ഒരു കൂച്ചുവിലങ്ങിടുകയും 15-16 എപ്പിസോഡിനുള്ളിൽ മുൻകാലത്ത് ദൂരദർശനിലൊക്കെ വന്ന സീരിയലുകൾ മികച്ചവയായിരുന്നു. 15 എപ്പിസോഡിൽ ഒരു കഥ തീരും. ഒട്ടേറെ തൊഴിലാളികൾക്ക്, പുതിയ സംവിധായകർക്കൊക്കെ അവസരം ലഭിക്കും. അത്തരം വന്നാൽ വലിയ വലിയ സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളായിരുന്നു അന്ന് ഈ സീരിയലുകളാക്കാൻ തിരഞ്ഞെടുത്തിരുന്നത്. ഇപ്പോഴും നമുക്ക് യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താൽ കാണാം, മാൽഗുഡി ഡേയ്സ് എന്നുള്ള ദൂരദർശൻ്റെ ദേശീയ ചാനൽ വന്ന ആർ കെ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് എന്ന് ആർ കെ ലക്ഷ്മണനും ചേർന്ന് ചെയ്ത ആ സീരിയലുകളുടെ ഒരു വിശുദ്ധി, അതിൻ്റെ ഒരു കാഴ്ചഭംഗി, അത് നൽകുന്ന കലാപരമായ ഒരു മനസ്സിലേക്ക് ചെലുത്തപ്പെടുന്ന ഒരു ഔന്നത്യം എല്ലാം നിങ്ങൾക്ക് ആ മാൽഗുഡി ഡേയ്സ് ഇപ്പോഴും കാണാം. യൂട്യൂബിൽ എപ്പിസോഡുകളായിട്ട് കിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു മലയാളത്തിൽ വന്ന പല പല ടെലിഫിലിമുകൾ പോലെയുള്ള ടെലി സീരിയലുകൾ. അന്ന് MTയുടെ, തകഴിയുടെ, ഈവൻ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ശ്യാമപ്രസാദ് സാറൊക്കെ ചെയ്തിട്ടുള്ള പെരുവഴിയിലെ കരിയിലകൾ എന്നൊക്കെയുള്ള ഒരുപാട് കൊച്ചു കൊച്ചു സിനിമകൾ ഈ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു. ആ തരത്തിലേക്ക് പൊതുസമൂഹത്തോട് അല്പമെങ്കിലും ഉത്തരവാദിത്വം ഈ ചാനലുകളും കാണിക്കുകയാണെങ്കിൽ ഇത്തരം രീതിയിലുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ വെറും തല്ലിക്കൊല്ലുന്ന ഫൈറ്റ് സീനുകൾ മാത്രമല്ല വയലൻസ്. അതിലെ കഥാപാത്രങ്ങൾ, കുടുംബങ്ങൾ പറയുന്ന അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളിലെ എത്രത്തോളം മലിനമായ ഒരവസ്ഥയാണ് കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും വിചാരിക്കുന്ന ഈ സ്വാധീനത്താൽ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയാണ്, കലഹം ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിലാണ്. നിങ്ങൾക്ക് 15 വർഷത്തിനിപ്പുറമുള്ള കുടുംബ കോടതികളിലെ വിവാഹമോചനം കണക്കെടുത്താൽ മാത്രം മതി. അഭിഭാഷകരെല്ലാം പറയുന്നു ഇതിൻ്റെ സ്വാധീനമുണ്ടാക്കിയത്, മനഃശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ഈ സീരിയലുകൾ സൃഷ്ടിച്ച ഒരു അപകടകരമായ അവസ്ഥയാണ്. അതിൽ നിന്നും മാറണമെങ്കിൽ എല്ലാവരും ഈ ഒരു അവസരത്തിൽ, ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്, യുവാക്കൾ ലഹരിയിലേക്ക് അടിപ്പെട്ട് കുറ്റവാസനയിൽ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, കൊലപാതക പരമ്പരകൾ നടക്കുന്നു എന്നുള്ളിടത്ത് ഈ ഒരു ചർച്ചയ്ക്കൊപ്പം സിനിമകൾക്ക് മാത്രമല്ല സീരിയലുകൾക്കും നിയന്ത്രണം അടിയന്തരമാണ്. അത്യന്താപേക്ഷിതമായിട്ട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീ പിണറായി വിജയൻ തന്നെ കേന്ദ്രത്തിന് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഒരു കത്ത് നൽകിയത് വലിയ വാർത്തയായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും. പക്ഷേ ആ കത്ത് പോയ വഴിയെ അത് മുങ്ങിയിരിക്കുകയാണ്. പിന്നെ അതേക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന അതിനെ വീണ്ടും വിശദീകരണം തേടിയോ കേന്ദ്രത്തിൽ നിന്ന് വല്ല മറുപടിയും ലഭിച്ചോ എന്നുപോലും അറിയില്ല. ഇന്ത്യയിലെ 3-4 ചാനൽ കുത്തക കമ്പനികളാണ് ഇന്ത്യ ഒട്ടുക്ക് എല്ലാ ഭാഷയിലുമുണ്ട് ഈ സീരിയലുകൾ. ചില ഭാഷയിൽ ഇറങ്ങി വിജയിക്കുന്ന സീരിയലുകൾ അപ്പാടെ മൊഴിമാറ്റി വീണ്ടും മലയാളത്തിലും അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ വരുന്നുണ്ട്. അതിലെല്ലാം വിഷയം ഈ കുടുംബകലഹങ്ങളും ഇത്തരം കഥകളുമാണ്. അപ്പോൾ വീട്ടകങ്ങളിൽ സ്ത്രീകൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം രീതിയിലുള്ള മനസ്സിനെ വിമലീകരിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായ ചിത്രീകരണങ്ങളിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ സമൂഹത്തിൽ അവരാവശ്യമില്ലാതെ തന്നെ ഒരു സർട്ടിഫിക്കേഷനും ഇല്ലാതെ കുടുംബത്തെ സ്വീകരണ മുറിയിൽ വന്ന് വീഴുകയാണ്. അതിൽ കൊച്ചുകുട്ടികളെ ഭക്ഷണം കൊടുക്കുന്നത് മുത്തശ്ശി വരെ ഇത് കണ്ടുകൊണ്ടാണ്. ഈ കുട്ടി വളർന്നു വരുന്നത് ഈ കുടുംബകലഹം കണ്ടുകൊണ്ടാണ്. പഴയ മുത്തശ്ശി കഥകളില്ല കുട്ടികൾക്ക്. ഈ സീരിയലിലെ ഈ കലഹ സംഭാഷണങ്ങളാണ് കുട്ടികളുടെ ഭാവന. അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഈ കലഹവും, അതുപോലെ തന്നെ അതിലെ സംഗീതം, വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന സംഗീതമാണ് ഈ സീരിയലുകളെല്ലാം. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇത് ഒരിക്കലും ഒരു സീരിയൽ വ്യവസായ മേഖലയോടുള്ള വിയോജിപ്പല്ല. നിങ്ങൾ നല്ല സീരിയലുകൾ ഒരുക്കണം. ഒട്ടേറെ പേർക്ക്, ഒരുപാട് സംവിധായകർക്ക് അവസരം നൽകും. ഒരുപാട് കലാകാരന്മാർക്ക് പുതിയ പുതിയ സീരിയലുകളുടെ അവസരം നൽകണമെങ്കിൽ 15-20 എപ്പിസോഡിൽ അവസാനിക്കുന്ന കഥകൾ, നല്ല കഥകൾ തിരഞ്ഞെടുക്കണം. ഇത് സെൻസർഷിപ്പ് നിർബന്ധമാക്കിയാൽ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. ഏതായാലും ഈ അവസരത്തിൽ സമൂഹം ഒന്നാകെ ഈ സിനിമയ്ക്കും മറ്റ് കലാരൂപങ്ങളിലുള്ള വയലൻസിനെതിരെ തിരിഞ്ഞ ഈ വേളയിലെങ്കിലും നമുക്ക് മാറ്റി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു.
സീരിയലുകൾക്കും ഏർപ്പെടുത്തണം സെൻസർഷിപ്പ്. ഇതോടെ ഇന്നത്തെ പോസിറ്റീവ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.